നമുക്ക് ശമ്പളം വേണമെങ്കിൽ വിദേശത്ത് പൊക്കോ എന്ന് പറയുന്ന സമീപനത്തെ സ്വീകരിക്കുവാനോ അതുമായിട്ട് പൊരുത്തപ്പെടാനോ നമുക്ക് സാധിക്കില്ല. കാരണം എന്താ, നമുക്ക് ജനിച്ച നാട്ടിൽ മാന്യമായി ജീവിക്കണം. സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി പറഞ്ഞു 40,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം കൊടുക്കണം. ഇന്നല്ല 10 വർഷം മുമ്പ്. അത് മേടിക്കാൻ വേണ്ടി 10 വർഷത്തിന് ശേഷം സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. സമരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ. രാവിലെ തൊട്ട് ഞങ്ങൾ ഇവിടെ ഡ്യൂട്ടി കയറാതെ ഇവിടെ ഇരിക്കുകയാണ്. ഇവര് പല ചർച്ചകളും ചെയ്യാൻ എടുക്കാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. ഫ്രീ ആയിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കസേരയിൽ നിന്ന് കണ്ണടഞ്ഞു പോയാൽ അതിന് എക്സ്പ്ലനേഷൻ ഇരിക്കും അല്ലേ? ആ എക്സ്പ്ലനേഷനുമായിട്ട് പിറ്റേ ദിവസം നേഴ്സിംഗ് ഓഫീസും ബാക്കിയുള്ളവരെ കയറി നടന്നിട്ട് പിന്നെ പോകുമ്പോൾ ഉച്ചയാവും. ബേസിക് സാലറി 21 കിട്ടുന്നത്, എല്ലാം കൂടെ കൂട്ടി ഒരു 32, 33 ഒക്കെ ഞങ്ങൾക്ക് അക്കൗണ്ടിൽ വരാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്, ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. നമസ്കാരം. ചെയ്യുന്ന ജോലിക്ക് തുല്യമായ വേതനം നൽകണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ സമരം ശക്തമാക്കിയിരിക്കുകയാണ്. വിവിധ ഹോസ്പിറ്റലുകളിൽ സമ്പൂർണ്ണ സമരമാണ് ഇപ്പോൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ 80% നേഴ്സുമാർ ഇപ്പോൾ സമരം ചെയ്യുകയാണ്. വലിയ പ്രതിഷേധം തന്നെയാണ് നഴ്സുമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാന്യമായിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ശമ്പളത്തിന് അർഹത നമുക്കുണ്ട് അല്ലേ? മാന്യമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അല്ലേ? ഈ നാട്ടിൽ ജീവിക്കണം നമുക്ക് അല്ലേ? നമുക്ക് ശമ്പളം വേണമെങ്കിൽ വിദേശത്ത് പൊക്കോ എന്ന് പറയുന്ന സമീപനത്തെ സ്വീകരിക്കുവാനോ അതുമായിട്ട് പൊരുത്തപ്പെടാനോ നമുക്ക് സാധിക്കില്ല. കാരണം എന്താ, നമുക്ക് ജനിച്ച നാട്ടിൽ മാന്യമായി ജീവിക്കണം, മാന്യമായ തൊഴിൽ സാഹചര്യം ഉണ്ടാവണം. കഴിഞ്ഞ മാസം, അതായത് 1.5 മാസം മുൻപ്, ഏകദേശം ഫെബ്രുവരി 2 മുതൽ നമ്മൾ നോട്ടീസുകൾ കൊടുക്കുകയും അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷമായി നിരന്തര സമരങ്ങളിലൂടെയും നിരന്തര പ്രതിഷേധങ്ങളിലൂടെയും നമ്മുടെ അവകാശങ്ങൾ ഈ സമൂഹത്തെയും ഈ മാനേജ്മെൻറ്റിനെയും അധികാരികളെയും നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. 10 വർഷം മുൻപ് അല്ലെങ്കിൽ 2016 സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞു, തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കണം. ആ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി പറഞ്ഞു 40,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം കൊടുക്കണം. ഇന്നല്ല 10 വർഷം മുമ്പ്. അത് മേടിക്കാൻ വേണ്ടി 10 വർഷത്തിന് ശേഷം സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. മനസ്സിലാക്കണം, ഉത്തരവാദിത്തപ്പെട്ടവർക്കും അധികാരികൾക്കും ബാക്കിയുള്ളവർക്കും നമ്മളോടുള്ള സമീപനം എന്താണെന്നുള്ളത്. നമുക്കറിയാം, പലരും ചോദിക്കുന്നു നിങ്ങൾ ഇത്ര വലിയൊരു വർധനവ് എന്തിനു ചോദിക്കുന്നു എന്ന്. ഒറ്റ കാര്യമുള്ളൂ, കാരണം എന്താ, 10 വർഷം മുൻപ് വരെ നമുക്കൊന്നുമില്ലായിരുന്നു, മൈനസ് ആയിരുന്നു അല്ലേ? അങ്ങോട്ട് കൊടുക്കണമായിരുന്നു. അതിൽ നിന്ന് ഒരു 10 വർഷം കൊണ്ട് നിലനിൽപ്പിന് വേണ്ടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തോടെ ശമ്പളം എത്തണമെങ്കിൽ കൂടുതൽ തന്നെ ചോദിക്കണം. പക്ഷേ 40,000 രൂപ കൂടുതലാണോ എന്ന് ചോദിച്ചാൽ കൂടുതലല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ 10,000 12,000 തരുന്നവർക്കാണ് 40,000 വരുമ്പോൾ കൂടുതലായിട്ട് തോന്നുന്നത്. 10-12,000 രൂപയ്ക്കോ 10-14,000 രൂപയ്ക്കോ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ കാലങ്ങളായിട്ട് പറയുന്നു. ഞങ്ങൾക്ക് അടിസ്ഥാന ശമ്പളം, എത്രയോളം മെൻ്റൽ സ്ട്രെയിനും എത്രത്തോളം സ്ട്രെയിനും എടുത്തിട്ടാണ് നമ്മൾ വീട്ടിൽ പോയി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കസേരയിൽ നിന്ന് കണ്ണടഞ്ഞു പോയാൽ അതിന് എക്സ്പ്ലനേഷൻ ഇരിക്കും അല്ലേ? ആ എക്സ്പ്ലനേഷനുമായിട്ട് പിറ്റേ ദിവസം നേഴ്സിംഗ് ഓഫീസും ബാക്കിയുള്ളവരെ കയറി നടന്നിട്ട് പിന്നെ പോകുമ്പോൾ ഉച്ചയാവും അല്ലേ? ഇതൊക്കെ ഏത് നാട്ടിലാണ് നടക്കുക? ഇവിടെ വേറെ എവിടെയെങ്കിലും നടക്കുമോ? ബാക്കിയുള്ള നാട്ടിൽ തലവേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് എടുത്തോളാൻ പറയും അല്ലേ? ഇവിടെ തലവേദന എന്ന് പറഞ്ഞാൽ തലവേദന കൊണ്ട് കാണിക്കാൻ പറയും. എവിടെ തലവേദന കാണിച്ചു കൊടുക്കുക? ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുക. ശക്തമായിട്ടും പ്രതിഷേധിക്കാതെ പ്രതികരിക്കാതെ സമരം ചെയ്യാതെ ഒരവകാശവും ഞങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരടി പിന്നോട്ടില്ല. കാരണം ഞങ്ങൾക്കും ഈ നാട്ടിൽ ജീവിക്കണം. ഈ ഒരു കാര്യം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എല്ലാ തരത്തിലും വളർച്ച എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ മുതലാളിമാർക്കോ മാത്രമാണ്. അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വിയർപ്പ് കൊണ്ടാണ്. കാരണം നമുക്കറിയാം, ഒരു ദിവസം നേഴ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞ് മേടിക്കുന്ന തുക എത്രയെന്നറിയാം? ഒരു നേഴ്സ് 6 മുതൽ 8 മുതൽ 12 പേഷ്യൻ്റ് വരെ നോക്കുന്നുണ്ട് അല്ലേ? ഈ പറയുന്ന മേടിക്കുന്നതിൻ്റെ 12 എന്ന് പറഞ്ഞാൽ പോലും ഒരു മാസം ഒരു നേഴ്സിന് കൊടുക്കാനുള്ളത് ഒരു ദിവസം കിട്ടും. അതുപോലും കൊടുക്കാൻ തയ്യാറല്ല. മൊത്തം
വരുമാനം അല്ലെങ്കിൽ നീക്കിയിരിപ്പ്. അതിനപ്പുറത്തേക്ക് തൊഴിലാളികൾ എങ്ങനെ ജീവിക്കുന്നെന്നോ അവരെങ്ങനെ നിലനിൽക്കുന്നെന്നോ അവരുടെ സാമൂഹികമായിട്ടുള്ള വളർച്ച എത്രത്തോളം ഉണ്ടാകുന്നെന്നോ ചിന്തിക്കുന്ന ഒരു മാനേജ്മെൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു സംശയവുമില്ല, വ്യക്തമായ സമരവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കുന്നത് വരെ ഈ സമരം തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാന്യമായിട്ട് ഇപ്പോഴും ഇവിടെയുള്ള പേഷ്യൻസിനെ ഒന്നില്ലെങ്കിൽ ചർച്ചയിലൂടെ പരിഹരിക്കുവാനോ അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് മറ്റ് ആശുപത്രിയിൽ റെഫർ ചെയ്യുവാനോ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ട സഹകരണങ്ങൾ ചെയ്യുവാനോ നമ്മളിപ്പോഴും തയ്യാറാണ്. നമുക്കൊരു രോഗിയുടെ ജീവനും ജീവിതവും എത്ര വലുതാണെന്നറിയാം. അവർക്ക് ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മളിവിടെ ഉണ്ടാകും. കാരണം നമ്മൾ ഇത്രയും കാലമായിട്ട് ഈ ആവശ്യങ്ങൾ പറയുകയും സമരങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ വേണ്ട രീതിയിൽ നോക്കിക്കാണാതെ അവസാന നിമിഷത്തിൽ പേഷ്യൻ്റ് കൂടുതലാണ് നിങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയത് മാനേജ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നു, ഈ കിടക്കുന്ന രോഗികളുടെ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ഇവിടെയുള്ള രോഗികളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും മാനേജ്മെൻറ്റിന് മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തരേണ്ട നോട്ടീസുകളും അറിയിക്കേണ്ട അറിയിപ്പുകളും എല്ലാം കഴിഞ്ഞു. അതൊന്നും പരിഗണിക്കാതെ ഞങ്ങളെ സമരത്തിലേക്ക് നിർബന്ധിതമായി തള്ളിവിട്ടിരിക്കുന്ന മാനേജ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു തിരിച്ചു പോക്കില്ല, ഒരു പിന്മാറ്റമില്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് നേടിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് കയറുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഒരിക്കൽ കൂടി മാനേജ്മെൻറ്റ് അറിയിക്കുകയാണ്. പിന്നെ ഇത് കഴിയുമ്പോൾ ഈ സമയത്ത് പലയിടങ്ങളിലും ഉള്ളതാണ്, വിളിക്കുക, സ്റ്റാഫുകളെ വിളിക്കുക. നിങ്ങൾ ട്രെയിനിയാണ്, നിങ്ങളെ പറഞ്ഞുവിടും, നിങ്ങൾ അതെന്താ കോൺട്രാക്റ്റാണ് പറഞ്ഞുവിടും, നിങ്ങൾ ടെമ്പററിയാണ് പറഞ്ഞുവിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നവരോട് ഞങ്ങൾ ഒരാൾ പുറത്തിറങ്ങിയ ഒരാളല്ല ഇറങ്ങുക. ഈ കാണുന്ന മുഴുവൻ ആളും ആ കൂടെ പുറത്തുണ്ടാവും. അവർ തിരിച്ചു കയറുന്ന കൂടെയേ ഞങ്ങളും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രതികാരം ചെയ്യാമെന്നോ പേടിപ്പിക്കാമെന്നോ ഭീഷണിപ്പെടുത്താമെന്നോ വിചാരിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരാളെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. കാരണം ഭീഷണിപ്പെടുത്തിയാൽ അതിനെ ചോദ്യം ചെയ്യുവാനും അവരോടൊപ്പം നിൽക്കുവാനും ഈ കാണുന്ന എല്ലാവരും ഉണ്ടാവും. ഇല്ലെങ്കിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് നേഴ്സുമാരുണ്ടാവും. നിങ്ങൾ കണ്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം, ഈ ഒരു സമയമല്ലാതെ ഇവർ പറയുന്ന കരട് ഇറക്കിയാൽ അപ്പോൾ തരാം, അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിക്കുന്നത് എത്രയാണോ അത് അപ്പം തരാമെന്ന് പറഞ്ഞ മാനേജ്മെൻറ്റുകൾ ഇപ്പോൾ പ്രഖ്യാപനവും കഴിഞ്ഞു, ഒന്നും കൊടുക്കുന്നുമില്ല, എന്താ തരേണ്ടതെന്ന് പറയത്തില്ല. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ള വ്യക്തമായ ലക്ഷ്യവും ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് കാലങ്ങളായിട്ട് ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ലഭിക്കണം, ലഭിക്കാതെ ഒരു പിന്മാറ്റമില്ല എന്നുള്ള കാര്യം മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് ഇവിടെ ശക്തമായിട്ട് ഇറങ്ങിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്ന് കേരളത്തിലെ ഏകദേശം 66ഓളം ഹോസ്പിറ്റലുകൾ ഇപ്പോൾ നിലവിൽ ഇതേ അവസ്ഥയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമരം ശക്തം തന്നെയാണല്ലേ? അതെ അതെ, ഞങ്ങൾക്ക് പറയാനുള്ളൊരു ഷോബി ബ്രദർ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ സമരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ. മാനേജ്മെന്റുമായിട്ടൊക്കെ നിങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നില്ലേ? ഞങ്ങളുടെ പ്രതിനിധികളാണ് സംസാരിക്കുന്നത്, ഒരു ചർച്ചയിലാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണല്ലേ? അതെ അതെ, രാവിലെ തൊട്ട് ഞങ്ങൾ ഇവിടെ ഡ്യൂട്ടി കയറാതെ ഇവിടെ ഇരിക്കുകയാണ്. ഇവർ പല ചർച്ചകളും ചെയ്യാൻ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. തീരുമാനം ആവുന്നിടം വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. എത്ര വർഷമായി ജോലി ചെയ്യുന്നു? ഇവിടെ ഇപ്പോൾ 2 വർഷം ആവുന്നു. ശമ്പളം 40,000 തന്നെ ആക്കണമെന്നുള്ള ആവശ്യമായാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്. എത്ര വർഷമായി മേഖലയിൽ? ഞാനിപ്പോൾ 12 വർഷമായി പുഷ്പഗിരിയിൽ. എത്ര രൂപയാണ് ഇപ്പോൾ ശമ്പളം ലഭിക്കുന്നത്? ഇപ്പം ഞങ്ങൾക്ക് ബേസിക് സാലറി 21 കിട്ടുന്നത്. എല്ലാം കൂടെ കൂട്ടി ഒരു 32, 33 ഞങ്ങൾക്ക് അക്കൗണ്ടിൽ വരാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്, ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജോലി ടൈം എത്ര മണിയാണ്? ഞാനിപ്പോൾ ഇൻചാർജാണ്. ഞങ്ങൾക്ക് 7:30 to 3:30. എന്നാലും നമ്മൾ കറക്റ്റ് സമയത്തൊന്നും ഇറങ്ങി പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. വാർഡിലൊരു തിരക്ക് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ശമ്പളം അസോസിയേഷൻ പറയുന്നത് 40,000 രൂപ ശമ്പളമാണ് അടിസ്ഥാന വൈകല്യം നൽകണമെന്നാണ് അല്ലേ നിങ്ങളുടെ ആവശ്യം? അതെ, ഞങ്ങളുടെ ആവശ്യം തന്നെ. വളരെ ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത സാഹചര്യം? ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ച ലോണും കാര്യങ്ങളും ഈ 12 വർഷമായിട്ട് പോലും അത് അടച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക്. അതുപോലുള്ള സാലറിയാണ് നമുക്ക് കിട്ടുന്നത്. ബി.എസ്.സി നഴ്സ് അല്ല, ജനറൽ നഴ്സ്.